അടുത്ത 4 ദിവസങ്ങളിൽ ബാങ്കുകൾ അടഞ്ഞുകിടക്കുമെന്നതിനാൽ ഇടപാടുകൾ നടത്താനുള്ളവർ ഇന്ന് തന്നെ നടത്തുക. നാലാം ശനിയും ഞായറും റിപ്പബ്ലിക് ദിനവും ബാങ്കുകൾക്ക് അവധിയാണ്. പിന്നാലെ ജനുവരി 27-ന് ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുകയാണ്. അതിനാൽ തുടർച്ചയായി 4 ദിവസം ബാങ്ക് ഇടപാടുകൾ നടത്താനാവില്ല. ATMകൾ പ്രവർത്തിക്കുമെങ്കിലും പണിമുടക്ക് ദിവസം പണം നിറയ്ക്കുന്ന ജോലികളിൽ തടസ്സം നേരിട്ടേക്കാം. അതിനാൽ അത്യാവശ്യമുള്ള പണം ഇന്ന് തന്നെ എടുത്തുവെക്കുന്നതാണ് നല്ലത്. ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാർ വീണ്ടും അതിശൈത്യത്തിലേക്ക്. ചെണ്ടുവരയിൽ വ്യാഴാഴ്ച പുലർച്ചെ കുറഞ്ഞ താപനിലയായ 1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സൈലന്റ് വാലി, നല്ലതണ്ണി എന്നിവിടങ്ങളിലും കടുത്ത തണുപ്പ് അനുഭവപ്പെട്ടു. 3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ പ്രദേശങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില. താപനില താഴ്ന്നതോടെ പ്രദേശത്തെ പുൽമേടുകളിൽ വ്യാപകമായി മഞ്ഞുപാളികൾ രൂപപ്പെട്ടു. സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ -1 ഡിഗ്രി സെൽഷ്യസ് ചെണ്ടുവരയിൽ ഡിസംബർ 13-ന് രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്ന് 3960 രൂപ വർദ്ധിച്ചതോടെ പവൻ വില 1,17,000 കടന്നിരിക്കുകയാണ്. 1,17,120 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 495 രൂപയാണ് വർദ്ധിച്ചത്. 14,640 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയിരുന്ന സ്വർണ്ണവില ഇന്നലെ ഇടിഞ്ഞിരുന്നു. പവൻ ഒറ്റയടിക്ക് 1,680 രൂപയാണ് കുറഞ്ഞത്. ഇലക്ട്രിസിറ്റി പോസ്റ്റിന് മുകളിൽ ജോലി ചെയ്യുന്നതിനിടെ തൊഴിലാളികൾക്ക് വൈദ്യുതാഘാതമേറ്റു. KSEB ലൈനിലെ ജോലിക്കിടെയാണ് തൊഴിലാളികൾക്ക് ഷോക്കേറ്റത്. 3 പേർക്കാണ് ഷോക്കേറ്റത്. ഇതിൽ ഒരാൾക്ക് മാത്രമേ പരിക്കുള്ളൂ. ലൈനിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായതാണ് അപകട കാരണം. കയ്പമംഗലം പനമ്പിക്കുന്നിൽ ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശിന് കുരുക്കായി പുതിയ ചിത്രങ്ങൾ. കേസിലെ മുഖ്യപ്രതിയായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് അടുത്ത ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബംഗളൂരുവിൽ വെച്ച ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നത്.